ഒരു മരം നട്ടുകൊണ്ട് വേണം ഇവിടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. അതായത് 132 ഫ്ലാറ്റിലുള്ളവർക്കും സ്വന്തമായിട്ട് മരമുണ്ട് അവിടെ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് യു ക്യാൻ പ്ലാന്റ് എ ട്രീ നൗ ആൻഡ് ബുക്ക് യുവർ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നമ്മളൊരു കൾച്ചർ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നാളെ ആ മരം വെട്ടിക്കളയാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ്. പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ല. തൃശ്ശൂർ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഒരു മിയാവാക്കി ഫോറസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് വളരെ ഭംഗിയായിട്ട് വളരെ കണ്ണ് കുളിരുന്ന രീതിയിലുള്ളൊരു മിയാവാക്കി ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടുത്തെ അസോസിയേഷൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ആ കാട് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ പിള്ളേർക്ക് ഈ വൈകുന്നേരം ഇരുന്ന് വർത്തമാനം പറയാനായിട്ടുള്ള ബെഞ്ചൊക്കെ എടുത്തിട്ടു. അപ്പോൾ അതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാവട്ടെ, കുഴപ്പമില്ല. കാരണം ആ കോൺസെപ്റ്റിൽ അവർ എൻഗേജഡായിരുന്നു. ആ കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തൊരു സാധനം കൊടുത്തിട്ട് അവരോടത് പരിപാലിക്കാൻ നമ്മൾ പറയുകയാണ്. അപ്പോൾ അവർക്കത് വേണം തോന്നിയില്ല. പക്ഷേ അവരതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ എൻഗേജഡ് ആയിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും അത് വെട്ടിക്കളയുന്നില്ലായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഈ ലീഫിൽ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്ത് ഞങ്ങൾ ചെയ്യുകയാണ്. അവർ നട്ട മരം അവർ മുറിക്കില്ല. അവർ നട്ട മരം അവർ മുറിക്കില്ല. മാത്രമല്ല അവർ വളർത്തിക്കൊണ്ടും ഇരിക്കും.